ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ അതിന്റെ സമയം ഞാനൊന്ന് പറയാം. കാലത്ത് 6 മണിക്കൂർ ക്ലാസ്, 9 മണിക്കൂർ ക്ലാസ്, 12 മണിക്കൂർ ക്ലാസ്, 3 മണിക്കൂർ ക്ലാസ്, രാത്രി 8 മണിക്കൂർ ക്ലാസ്, 10:30 ക്ലാസ്. ഇത്രയും ക്ലാസ്സുകളാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ക്ലാസ്സിന്റെ എണ്ണം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഒരു ദിവസം എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഒരു ലൈക്ക് ഇട്ടോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ സമയത്തൊക്കെ ക്ലാസ്സുകൾ എങ്ങനെയാണ് വരുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞേക്കാം. 6 മണിക്കും 9 മണിക്കും 12 മണിക്കും നമ്മൾ SCRT NCRT ബേസ് ചെയ്തിട്ടുള്ളതും ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുമാണ് GK പോർഷൻസ്. ദെൻ 3 മണിക്കുള്ള ക്ലാസ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച തന്നെ നമ്മൾ 3ഉം കൂടെ കവർ ചെയ്യും. 2 ദിവസം മലയാളം, 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, ആ ഒരു രീതിയിലാണ്. രാത്രി 10:30 നമ്മൾ എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സ് പ്ലസ് കലാകായികം, സാഹിത്യം, സംസ്കാരവും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് നമ്മൾ ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ക്ലാസ് സെറ്റാക്കുന്നത്. പിന്നെ ഒരു മാറ്റം ഇപ്പോൾ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ ഞായറാഴ്ച ദിവസം രാത്രി എന്ത് ചെയ്യുമായിരുന്നു? എക്സാം കണ്ടക്ട് ചെയ്യുമായിരുന്നു 8 മണിക്ക്. ഇപ്പം ഞായറാഴ്ച ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ലീവ് ആക്കിയിട്ടുണ്ട്. ഞായറാഴ്ച കംപ്ലീറ്റ് ലീവാണ്. ശനിയാഴ്ച രാത്രി 8 മണിക്കായിരിക്കും നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. എന്ന് കരുതി ശനിയാഴ്ച ക്ലാസ് ഇല്ലാതിരിക്കില്ല. ശനിയാഴ്ച എന്നത്തെയും പോലെ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ വരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് നമ്മൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ എക്സാം കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ടെലിഗ്രാം വഴിയാണ് നമ്മൾ ഓരോ ദിവസം ഏതൊക്കെ ക്ലാസ്സുകളാണ് വരുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, PDF ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം വഴിയാണ്. അപ്പോൾ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലൈക്ക് ഉണ്ടല്ലോ, അതൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് എക്കണോമിക്സിൽ, ഞാൻ പറഞ്ഞു എക്കണോമിക്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കാലത്ത് ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചായിരുന്നു അല്ലേ? അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അടുത്ത ഒരു ചാപ്റ്ററാണ് സമ്പദ് ശാസ്ത്ര ചിന്തകൾ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്ന് പറയുന്ന എക്കണോമിക്സിൻ്റെ പാഠഭാഗത്തിലോട്ട് നമുക്ക് കടക്കാം. സോഷ്യൽ സയൻസിൽ സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ സിവിക്സിൻ്റെ ഭാഗമായിട്ട് എടുത്ത ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ഈ ഒരു ചാപ്റ്ററിലോട്ട് വരിക. കാരണം അവിടെ പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്നതാണ്. സോ ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ഇത് പഠിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന് പറഞ്ഞതിൽ പഠിച്ച ഒരു പോയിന്റാണ് എന്താണ് ഉൽപാദനം. എന്താണ് ഉൽപാദനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പ്രക്രിയയാണ് എന്ത്? ഉൽപാദനം. ഓക്കെ, നമ്മൾ പഠിച്ചതാണല്ലോ. നമ്മുടെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മുകളിൽ ചിത്രം കൊടുത്തിട്ടുണ്ട്. കൃഷിയുടെയും ട്രാഫിക് പോലീസിൻ്റെയും ഡോക്ടറിൻ്റെയും ഫാക്ടറിയുടെയും എല്ലാം പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതൊക്കെയാണ്? നമുക്കറിയാം കൃഷി, ഫാക്ടറി എന്നൊക്കെ പറയുന്നത് എന്താണ്? സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും ട്രാഫിക് പോലീസ്, ഡോക്ടർ എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് സേവനങ്ങളുമാണ് അല്ലേ? അപ്പോൾ കൃഷി, ഫാക്ടറി എന്നൊക്കെ പറയുന്നത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും ട്രാഫിക് പോലീസ്, ഡോക്ടർ എന്നൊക്കെ പറയുന്നത് എന്നിവരുടേത് സേവനങ്ങളുമാണ്. ഇവയെല്ലാം തന്നെ എന്ത് വരും? ഉൽപാദനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, സാധനങ്ങളും സേവനങ്ങളും എന്തിൻ്റെ ഭാഗമാണ്? ഉൽപാദനത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി നോക്കുക. ഉൽപാദന പ്രക്രിയയ്ക്ക് ആവശ്യമായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നീ ഘടകങ്ങളെ പറ്റിയും അവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ പറ്റിയും നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 6ാം ക്ലാസ്സിലെ ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ അവിടെ എന്താണ് ഉൽപാദന പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൂമി എന്ന് പറയുന്നതിന് ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലം എന്താണ് നമ്മൾ പഠിച്ചത്? പാട്ടമാണെന്ന് പഠിച്ചു അല്ലേ? തൊഴിലിനുള്ള പ്രതിഫലം എന്താണ്? കൂലിയാണ്. മൂലധനത്തിനുള്ള പ്രതിഫലം എന്താണ്? പലിശയാണ്.
സംഘാടനത്തിലുള്ള പ്രതിഫലം എന്ന് പറയുന്നത് ലാഭമാണ് അല്ലേ. അപ്പം നമ്മൾ ഇതെല്ലാം പഠിച്ചതാണ്. അപ്പോൾ ഉൽപാദന ഘടകങ്ങൾക്ക് അവയുടെ പങ്കിനനുസരിച്ചാണ് പ്രതിഫലം വിതരണം ചെയ്യപ്പെടുന്നത്. അത് ഓർത്തിരിക്കുക. ഉൽപാദന ഘടകങ്ങൾക്ക് എന്താണ്, അവർക്കൊരു പ്രതിഫലമുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞ പോലെ ഭൂമിക്ക് പാട്ടം, തൊഴിലിന് കൂലി, മൂലധനത്തിന് എന്താണ് പലിശ, സംഘാടനത്തിന് ലാഭം, ഇങ്ങനെ ഓരോ പ്രതിഫലമുണ്ട്. അപ്പോൾ ഈ ഉൽപാദന ഘടകങ്ങൾക്ക് അവയുടെ പങ്കിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രതിഫലം വിതരണം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് വിതരണം എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നീതിപൂർവമായ വിതരണം സാമ്പത്തിക വികസനത്തെ എന്ത് ചെയ്യും, ത്വരിതപ്പെടുത്തും. ഓക്കെ, നീതിപൂർവമായിട്ടുള്ള വിതരണം സാമ്പത്തിക വികസനത്തെ ത്വരിതപ്പെടുത്തും. ഇനി മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിലൂടെയാണ്. നമ്മൾ പഠിച്ചതാണ് അല്ലേ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിലൂടെയാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് മൂലം ലഭിക്കുന്ന പ്രതിഫലമാണ് ഉപഭോഗത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. ഓക്കെ, ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് മൂലം ലഭിക്കുന്ന പ്രതിഫലമാണ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്, ഉപഭോഗത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. അതിനാൽ ഉൽപാദനം, വിതരണം, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗം എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയും പഠന വിധേയമാക്കുന്ന ശാസ്ത്ര ശാഖയാണ് എന്ത്, സാമ്പത്തിക ശാസ്ത്രം. ഓക്കെ, അപ്പം എന്താണ് സാമ്പത്തിക ശാസ്ത്രം? വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയും പഠന വിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. രാജ്യത്തെ സാമ്പത്തിക തീരുമാനങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്നത് സഹായകരമാണ്. ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ നോക്കുക. സമൂഹം ഏതൊരു സാമ്പത്തിക പ്രവർത്തനം നടത്തുമ്പോഴും സ്വാഭാവികമായി ഉയരേണ്ട 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? എന്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത്, എത്ര അളവിൽ? ഓക്കെ, എന്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത്, എത്ര അളവിൽ, എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കാം? ഓക്കെ, എന്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത്, എത്ര അളവിൽ, എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, ആർക്കു വേണ്ടി? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എന്ത്, സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ പ്രസക്തി നിശ്ചയിക്കുന്നത്. ഓക്കെ, ഇനി നോക്കുക, എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എത്ര അളവിൽ എന്ന് പറയുന്നത് എന്താണ്? വിഭവങ്ങൾ പരിമിതമായതിനാൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നത് ഏറ്റവും പ്രധാനമാണ് അല്ലെ. നമുക്ക് വിഭവങ്ങൾ എന്ന് പറയുന്നത് പരിമിതമാണ്. അതുകൊണ്ട് തന്നെ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ തന്നെ എന്താണ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ അത് എത്രമാത്രം അളവിൽ വേണം എന്നതും എന്താണ്, പ്രസക്തമാണ് അല്ലെ. എന്ത് സാധനമാണെങ്കിലും എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് മാത്രമല്ല, അത് എത്ര അളവിലാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നതും പ്രസക്തമാണ്. ഇതുപോലെ പുതിയ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ ഏതെല്ലാം വ്യവസായങ്ങളാണ് തുടങ്ങേണ്ടത്, എത്ര യൂണിറ്റുകൾ ആരംഭിക്കണം എന്നതും ആസൂത്രണം ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിഭവങ്ങൾ എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എത്ര അളവിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? വിഭവങ്ങൾ പരിമിതമാണ്. അതുകൊണ്ട് ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് പറയുന്നത് പ്രധാനമാണ്. അതുപോലെ തന്നെ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ അത് എത്രത്തോളം അളവിൽ വേണം എന്നുള്ളതും പ്രസക്തമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവ ഉണ്ടാകേണ്ടത് സമൂഹത്തിന്റെ ആവശ്യത്തിനനുസരിച്ചാണ്. സമൂഹത്തിന്റെ ആവശ്യവും ഉൽപ്പന്നത്തിന്റെ അളവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ പാലിക്കേണ്ടതാണ്. ഓക്കെ, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ആശുപത്രികൾ, സ്കൂളുകൾ എല്ലാം എന്താണ്, സമൂഹത്തിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഉൽപ്പാദിപ്പിക്കുക. സമൂഹത്തിന്റെ ആവശ്യവും ഉൽപ്പന്നത്തിന്റെ അളവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ പാലിക്കേണ്ടതാണ്. ഓക്കെ, ഇനി എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അത് എത്രമാത്രം എന്നത് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ
അതെങ്ങനെ എന്ന് രണ്ടാമത്തെ പ്രസക്തമായ ചോദ്യം വരും അല്ലെ. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എന്താണ്, അതെങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് അല്ലെ. ഇത് ഉൽപാദന രീതിയെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഏത് രീതിയിലാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. സമൂഹത്തിൽ ലഭ്യമായ വിഭവങ്ങളെയും സാങ്കേതിക വിദ്യയെയും അടിസ്ഥാനപ്പെടുത്തിയാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്ന് തീരുമാനിക്കേണ്ടത്. ഓക്കെ, സമൂഹത്തിൽ ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെയും സാങ്കേതിക വിദ്യയെയും അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ചെയ്യേണ്ടത്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്ന് തീരുമാനിക്കേണ്ടത്. ഉദാഹരണത്തിന് നിലമൊരുക്കൽ, വിത്തുവിതയ്ക്കൽ, കളപറിക്കൽ, വളമിടൽ, കൊയ്ത്ത്, മെതിക്കൽ തുടങ്ങിയ കാർഷിക പ്രവർത്തനങ്ങൾ തൊഴിലാളികളെ ഉപയോഗിച്ചോ ആധുനിക കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിച്ചോ നടത്താവുന്നതാണ് അല്ലേ. ഈ പറഞ്ഞ ജോലികളെല്ലാം തന്നെ ആളുകളെ വെച്ചും ചെയ്യിക്കാം, ഇല്ലെങ്കിൽ ആധുനിക ഉപകരണങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിച്ചും ചെയ്യാം. അപ്പോൾ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, ഏത് മാർഗമാണ്, ഓരോ പ്രദേശത്തിലെ ലഭ്യമായ വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഏത് മാർഗമാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതു മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന ആ പ്രദേശത്തിലെ ലഭ്യമായ വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് തീരുമാനിക്കുന്നത്. വിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഉൽപാദനത്തിൻ്റെ രീതിയിൽ എന്തുണ്ടാവാറുണ്ട്, വ്യത്യസ്തത ഉണ്ടാകാറുണ്ട്. ഓക്കെ, വിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഉൽപാദനത്തിൻ്റെ രീതിയിൽ വ്യത്യസ്തത ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കാം. എന്താണ്, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാകണം ഉൽപാദനം നടത്തേണ്ടത്. ആർക്ക് വേണ്ടിയാണ്, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാവണം ഉൽപാദനം നടത്തേണ്ടത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിമിതമല്ല. ഓരോ ആവശ്യവും നിറവേറുമ്പോഴേക്കും പുതിയ ആവശ്യങ്ങൾ കടന്നു വരും. എന്നാൽ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കാനുള്ള വിഭവങ്ങൾ എന്തുണ്ടാവില്ല, നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനാൽ ഈ ആവശ്യങ്ങളുടെ മുൻഗണന നിശ്ചയിക്കേണ്ടത് അനിവാര്യമാണ്. സമൂഹത്തിൽ പരമാവധി പേർക്ക് ഗുണം ലഭിക്കുന്ന തരത്തിലാവണം ഉൽപാദന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത്. ഓക്കെ, ഉൽപാദന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം, സമൂഹത്തിൽ പരമാവധി പേർക്ക് ഗുണം ലഭിക്കുന്ന തരത്തിലാവണം. ഉൽപാദനത്തിൽ നിന്നുള്ള വരുമാനം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നതും പ്രധാനമാണ്. ഓക്കെ, ഉൽപാദനത്തിൽ നിന്നും വരുമാനം കിട്ടുമ്പോൾ അത് എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെടുന്നത് എന്നുള്ളതും പ്രധാനമാണ്. മുതൽ മുടക്കിൻ്റെ പലിശ, സംഘാടകന്റെ ലാഭം, തൊഴിലാളിയുടെ വേതനം, ഭൂമിയുടെ വാടക അല്ലെങ്കിൽ പാട്ടം എന്നിവയ്ക്കായി വരുമാനം വിതരണം ചെയ്യുന്നു. നമ്മൾ പഠിച്ചതാണ് അല്ലേ. എന്താണ് മുതൽ മുടക്കിൻ്റെ പലിശ, സംഘാടകന്റെ എന്താണ് പ്രതിഫലം, എന്താണ് ലാഭം, തൊഴിലാളികളുടെ പ്രതിഫലം വേതനം, ഭൂമിയുടെ പ്രതിഫലം പാട്ടം. ഇതിനെല്ലാം വേണ്ടിയിട്ട് വരുമാനം വിതരണം ചെയ്യേണ്ടതാണ്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്ര പഠനം കേവലം സമ്പത്തിനെ കുറിച്ചുള്ള പഠനം മാത്രമല്ല, മനുഷ്യനെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമുള്ള പഠനം കൂടിയാണ്. വിവിധ കാലഘട്ടങ്ങളിൽ സാമ്പത്തിക ചിന്തകന്മാരുടെ സംഭാവനകൾ ഈ ശാസ്ത്രശാഖയുടെ വളർച്ചയ്ക്ക് സഹായകരമായിട്ടുണ്ട്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആഡം സ്മിത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്, ആഡം സ്മിത്ത് ആണ്. ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രമുഖ പാശ്ചാത്യ സാമ്പത്തിക ചിന്തകന്മാർ സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യത്യസ്ത ആശയങ്ങൾ സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില ആശയങ്ങളാണ്, ചില പ്രമുഖരുടെ ആശയങ്ങളാണ് നമ്മൾ പറയുന്നത്. നോക്കുക, സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ. സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആഡം സ്മിത്ത്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പ്രശസ്ത ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം തൻ്റെ സാമ്പത്തിക ആശയങ്ങൾ പങ്കുവച്ചത്. സ്ഥിരം ചോദിക്കുന്നതാണ്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ് ആരുടെ ഗ്രന്ഥമാണ്, ആഡം സ്മിത്തിൻ്റെ ഗ്രന്ഥമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തെ എങ്ങനെയാണ് നിർവചിച്ചത്, ആഡം സ്മിത്ത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുള്ള ആശയമാണ് ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ചത്. ഓക്കെ, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുള്ള ആശയം ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ചു. ഇതാണ് ലെസഫെയർ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. അപ്പം ലെസഫെയർ സിദ്ധാന്തം ആരുടേതാണ്,
ആഡം സ്മിത്തിൻ്റെതാണ്. എന്താണ് ലെസഫെയർ സിദ്ധാന്തം? സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുള്ള ആശയം. ഇതാണ് ലെസഫെയർ സിദ്ധാന്തം. ലെസഫെയർ സിദ്ധാന്തം ആരുടേതാണ്? ആഡം സ്മിത്തിൻ്റെതാണ്. അതുപോലെ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഗ്രന്ഥവും ആരുടേതാണ്? ആഡം സ്മിത്തിൻ്റെതാണ്. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആഡം സ്മിത്ത് പഠിച്ചു വയ്ക്കുക. വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായി പുതിയ വ്യവസായശാലകളും തൊഴിലാളികളുടെ കൂട്ടായ്മകളും ഉണ്ടായി. വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ട് പുതിയ വ്യവസായശാലകളും തൊഴിലാളികളുടെ കൂട്ടായ്മകളും ഉണ്ടായി. സാങ്കേതിക വിദ്യയിലും ഉൽപാദന പ്രക്രിയയിലും മാറ്റങ്ങൾ ഉണ്ടായി. ഇതാണ് കാൾ മാർക്സ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ ആശയങ്ങൾ രൂപപ്പെടുവാനുണ്ടായ സാഹചര്യം. ഓക്കെ, സാങ്കേതിക വിദ്യയിലും ഉൽപാദന പ്രക്രിയയിലും മാറ്റങ്ങൾ ഉണ്ടായതാണ് കാൾ മാർക്സ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ ആശയങ്ങൾ രൂപപ്പെടുവാനുണ്ടായ സാഹചര്യം. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് മാർക്സ് പ്രാധാന്യം നൽകിയത്. കാൾ മാർക്സ് പ്രാധാന്യം നൽകിയത് എന്താണ്? ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് മാർക്സ് പ്രാധാന്യം നൽകിയത്. ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്, അല്ലെ? ഉൽപാദനത്തിന്റെ അടിസ്ഥാനം എന്താണ്? തൊഴിലാളികളുടെ അധ്വാനമാണ്. തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ് ഉൽപ്പന്നത്തിന്റെ വില. തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ് ഉൽപ്പന്നത്തിന്റെ വില. എന്നാൽ ഇതിന്റെ ഒരു ഭാഗം മാത്രം തൊഴിലാളിക്ക് പ്രതിഫലമായി നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതിനെയാണ് മിച്ച മൂല്യം എന്ന് കാൾ മാർക്സ് വിശേഷിപ്പിച്ചത്. അപ്പം എന്താണ് മിച്ച മൂല്യം എന്ന് പറയുന്നത്? അതായത് തൊഴിലാളികളാണ്, അല്ലെ? തൊഴിലാളികളാണ് പ്രധാനം എന്ന് പറഞ്ഞു. ഉൽപാദനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അധ്വാനമാണ്. തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ് എന്താ? ഉൽപ്പന്നത്തിന്റെ വില. എന്നാൽ ഇതിന്റെ ഭൂരിഭാഗവും ആർക്കാണ്? ഒരു ഭാഗം മാത്രം തൊഴിലാളിക്ക് ലഭിക്കുകയും കൂടുതൽ അതിന്റെ സിംഹഭാഗവും ആരുടെ കയ്യിലാണ്? മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതിനെയാണ് മിച്ച മൂല്യം എന്ന് കാൾ മാർക്സ് വിശേഷിപ്പിച്ചത്, സർപ്ലസ് വാല്യൂ എന്ന് വിശേഷിപ്പിച്ചത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ഓക്കെ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹമായിരുന്നു മാർക്സിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വപ്നം. മൂലധനം എന്ന കൃതിയിലൂടെയാണ് മാർക്സ് തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അപ്പോൾ മൂലധനം എന്ന് പറയുന്ന കൃതി ആരുടേതാണ്? കാൾ മാർക്സിൻ്റെതാണ്. കാൾ മാർക്സിനെ തുടർന്ന് സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ നൂതനമായ നിരവധി സിദ്ധാന്തങ്ങൾ ആൽഫ്രഡ് മാർഷൽ അവതരിപ്പിച്ചു. ആരാണ്? ആൽഫ്രഡ് മാർഷൽ. കാൾ മാർക്സിനെ തുടർന്ന് സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ നൂതനമായ നിരവധി സിദ്ധാന്തങ്ങൾ ആൽഫ്രഡ് മാർഷൽ അവതരിപ്പിച്ചു. സമ്പത്ത് ആധ്യാത്മികമായി മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകിയിരിക്കണമെന്നും അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചു. അപ്പോൾ ആൽഫ്രഡ് മാർഷലിന്റെ പുസ്തകം ഏതാണ്? സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. ഓക്കെ, ആൽഫ്രഡ് മാർഷലിന്റെ പുസ്തകമാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. അതിൽ എന്താണ് പറയുന്നത്? സമ്പത്ത് ആത്യന്തികമായി മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകിയിരിക്കണമെന്നുമാണ് അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങളിലൂടെ പറയുന്നത്. ഇനി 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലോക ജനസംഖ്യ 160 കോടി ആയിരുന്നു. ജനസംഖ്യ അനുദിനം വർദ്ധിച്ചു വന്നു. ഇത്രയും ജനങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പരിമിതമായ വിഭവങ്ങൾ എങ്ങനെയാണ് ഫലപ്രദമായി ഉപയോഗിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങളാണ് ലയണൽ റോബിൻസ് എന്ന ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനെ വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ലയണൽ റോബിൻസ് എന്ന് പറയുന്ന പേര് ഇമ്പോർട്ടൻ്റ് ആണ്. പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടതാണ് എന്നാണ് ലയണൽ റോബിൻസ് വ്യക്തമാക്കിയത്. ഓക്കെ, പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടതാണ് എന്ന് ലയണൽ റോബിൻസ് വ്യക്തമാക്കി. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള പോൾ എ സാമുവൽസൺ സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ചത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന് ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണെന്ന് സാമുവൽസൺ പറഞ്ഞു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണ് എന്നാണ് സാമുവൽസൺ പറഞ്ഞത്.
ഓക്കെ, അപ്പോൾ ഇവിടെ ചിന്തകന്മാർ അടിസ്ഥാന ആശയം എന്ന് പറഞ്ഞൊരു കോളമാക്കി കൊടുത്തിട്ടുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആഡം സ്മിത്തിൻ്റെ അടിസ്ഥാന ആശയം എന്തായിരുന്നു? സമ്പത്തിനെ കുറിച്ചുള്ള പഠനം, അതാണ് സാമ്പത്തിക ശാസ്ത്രം എന്നുള്ളതായിരുന്നു. ഇനി ആൽഫ്രഡ് മാർഷൽ എന്താണ് പറയുന്നത്? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ. അതുപോലെ തന്നെ പോൾ എ സാമുവൽസൺ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതാണ്. ആ കാര്യങ്ങൾ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു കോളം കംപ്ലീറ്റ് ചെയ്തിട്ട് പഠിക്കുക. ഇനി സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് ഇന്ത്യ ഒട്ടേറെ സംഭാവനകൾ നൽകുകയുണ്ടായി. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾക്ക് മൗര്യ സാമ്രാജ്യത്തോളം പഴക്കമുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾക്ക് മൗര്യ സാമ്രാജ്യത്തോളം പഴക്കമുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ചാണക്യന്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനമാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അർത്ഥശാസ്ത്രം ആരുടേതാണ്? ചാണക്യൻ്റെതാണ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ചാണക്യന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനമാണ്. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയങ്ങളുടെ പ്രാധാന്യം ചാണക്യൻ ഏറ്റെടുത്തു പറഞ്ഞു. ഇത്തരം നയങ്ങളിലൂടെ സർക്കാരിന് വരുമാന നഷ്ടം തടയാൻ കഴിയുന്നതാണ്. മഗധ എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയതിൽ ചാണക്യന്റെ പങ്ക് വളരെ വലുതായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായിരുന്നു ദാദാഭായ് നവറോജി. അടുത്ത വ്യക്തി ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെട്ടു. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ചോർച്ചാ സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. അപ്പോൾ സമ്പത്തിന്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ. ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ. ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കൽ. ബ്രിട്ടന്റെ സാമ്രാജ്യത്വ വികസനത്തിനു വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൽ. ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യൽ. ഇതെല്ലാമാണ് സാമ്പത്തിക ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ. എന്തൊക്കെയാണ്? ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ, ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾക്ക് തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കൽ, ബ്രിട്ടന്റെ സാമ്രാജ്യത്വ വികസനത്തിനു വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൽ, ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യും. ബ്രിട്ടീഷ് ചൂഷണത്തെ സംബന്ധിച്ച് രമേശ് ചന്ദ്രദത്ത് എന്ന സാമ്പത്തിക ശാസ്ത്രകാരന്റെ പഠനവും സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് കരുത്തേകി. ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തുവെന്ന് സാമ്പത്തിക ശാസ്ത്ര പഠനങ്ങളുടെ ദത്ത് വ്യക്തമാക്കുന്നു. ഇനി ഗാന്ധിജിയും സാമ്പത്തിക ശാസ്ത്രവുമാണ്. നോക്കുക, ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല. 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ്. ആര് പറഞ്ഞ വാക്കുകളാണ്? മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകളാണ്. അത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഗാന്ധിജിയുടെ വാക്കുകളോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നോക്കുക, ഇനി അടുത്തത്, ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവനകൾ നൽകിയത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി ആയിരുന്നു. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമായിട്ടുള്ള ഹിന്ദ് സ്വരാജിൽ, ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം ഏതാണ്? അപ്പോൾ ഹിന്ദ് സ്വരാജാണ്. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമായിട്ടുള്ള ഹിന്ദ് സ്വരാജിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളുടെ തുടക്കവും. ഗാന്ധിജിയുടെ ആശയങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവയായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന മഹത്തായ ആശയം സമ്പദ്ശാസ്ത്ര രംഗത്ത് പുതിയ ചിന്തകൾ വഴിതെളിച്ചു. ട്രസ്റ്റിഷിപ്പ് ആരുടെ ആശയമാണ്? മഹാത്മാഗാന്ധിയുടെ ആശയമാണ്. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. ഇനി ഇവിടെ ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിലെ പ്രധാന ഉള്ളടക്കം എന്തൊക്കെയാണ്?
മുതലാളി തനിക്കു മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നു. ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികളില്ല. ഉൽപാദനത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല, സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചാണ്. മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കൽപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ട്രസ്റ്റിഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആശയങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളെ എങ്ങനെ ക്രോഡീകരിക്കാം? എങ്ങനെയാണ്? കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം, കൂടുതൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായിട്ടുള്ള പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഓക്കെ, ഇതൊക്കെയാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ. എന്തൊക്കെയാണ്? കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം, കൂടുതൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തതയും സ്വാശ്രയത്വമായിട്ടുള്ള പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് JC കുമരപ്പ, ശ്രീമൻ നാരായൺ, ധരംപാൽ തുടങ്ങിയവർ. ഓക്കെ, ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള പ്രമുഖ ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണ്? JC കുമരപ്പ, ശ്രീമൻ നാരായൺ, ധരംപാൽ തുടങ്ങിയവരാണ്. കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടത് എന്ന ആശയമാണ് ഇവർ മുന്നോട്ട് വച്ചത്. ഇനി 1998 നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 1998 നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം എന്നീ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങൾ ലോക സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് മുതൽക്കൂട്ടായി. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത അമർത്യ സെൻ ചൂണ്ടിക്കാട്ടി. ഓക്കെ, ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത അമർത്യ സെൻ ചൂണ്ടിക്കാട്ടി. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം തുടങ്ങിയവയ്ക്കാണ് തൻ്റെ പഠനങ്ങളിൽ അദ്ദേഹം പ്രാധാന്യം നൽകിയത്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വളർച്ചയിലെ വിവിധ ഘട്ടങ്ങളിൽ പ്രധാന സംഭാവനകൾ നൽകിയ പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ചിന്തകാരന്മാരെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചത്, അല്ലെ? ആഡം സ്മിത്തും, ഗാന്ധിജി ആണെങ്കിലും, ദാദാഭായ് നവറോജി ആണെങ്കിലും, ആൽഫ്രഡ് മാർഷൽ ആണെങ്കിലും, അങ്ങനെ ഒത്തിരി പേരെക്കുറിച്ച്, അമർത്യ സെൻ, ചാണക്യൻ, അങ്ങനെ ഒത്തിരി പേരെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇത്തരം സാമൂഹ്യ ചിന്തകൾ രാജ്യത്തെ സാമ്പത്തിക നയ രൂപീകരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. എന്താണ്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ 8ാം ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.